അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലം പടത്തിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. രജപുത്ര ഫിലിംസിന്റെ ബാനറില് തരൺമൂർത്തി ഡയറക്ട് ചെയ്തിട്ടുള്ള തുടരും എന്ന് പറയുന്ന മോഹൻലാൽ ശോഭന കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമ നമ്മളിപ്പോ കണ്ടെത്തിയുള്ളൂ. ഏകദേശം ഇപ്പൊ സമയം 3-4 മണിയല്ലേ? 4 മണി 12 മണിക്ക് തുടങ്ങാൻ വിചാരിച്ചിരുന്ന സിനിമ ഏകദേശം 12:15-12:20 തുടങ്ങിയപ്പോ അല്ലെ? 12:20 തുടങ്ങുമ്പോ 12:20 കൂടി തുടങ്ങി. ഇപ്പൊ അവസാനിപ്പിച്ചപ്പോ ഏകദേശം 3:55 ആയി. അതെ, പടം അവസാനിപ്പിച്ചപ്പോ നമ്മൾ പോയ തിയേറ്ററിലാണെങ്കിൽ 3 ഷോ ഉണ്ടായിരുന്നു. 3 ഷോയും ഏകദേശം ഒരേ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശ്ശൂര് ശിവദം തിയേറ്റർ. ശിവദം ഊരകം ശിവദം തിയേറ്ററിലാണ് പോയത്. സോ ഒരുവിധം 95% ഒക്യുപ്പൻസി തന്നെ പറയാം അല്ലെ? പടം പൊരിയാണ്, നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് ശരിക്കും. അതെ അതെ അതെ. ഇപ്പോ പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ എത്ര പേരത്തെ പടങ്ങൾ ചെയ്തിട്ടുള്ള ഏകദേശം ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ആ പടത്തിനോടൊന്നും ഒരു ചായ്വ് പോലും ഇല്ലാതെ സാമ്യങ്ങൾ അധികം തോന്നാത്ത രീതിയിലുള്ള വ്യത്യസ്ത അഭിനയ മുഹൂർത്തങ്ങൾ ഒരുപാട് ലാലേട്ടൻ കാഴ്ചവെച്ച് അഭിനയ പ്രതിഭയാന്ന് തെളിയിച്ചുകൊണ്ട് മുന്നേറിയ ഒരു പടമാണ് തുടരും. അതെ അതെ. എല്ലാ കഥാപാത്രങ്ങളും വളരെ നന്നായിട്ട് തന്നെ, പ്രത്യേകിച്ച് എനിക്ക് എന്റെ മനസ്സിലേക്ക് വരുന്നത് വില്ലൻ കഥാപാത്രം ചെയ്ത ആളാണ് ജോൺസൺ സാർ. ഇതുവരെയായിട്ട് പുള്ളിക്കാരനെ ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. ഒരു പക്ഷെ എനിക്കറിയില്ല, മുടി അങ്ങനെ പെട്ടയാക്കിയത് കൊണ്ടോ അങ്ങനത്തെ രീതിയിൽ സ്റ്റൈലൈസ് ചെയ്തുകൊണ്ടോ മനസ്സിൽ തിരിച്ചറിയാത്തതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, ഒരു തരി പോലും സംശയമില്ല. അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അദ്ദേഹം പോലീസുകാരന്റെ വേഷമാണ്. അദ്ദേഹം സബോർഡിനേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള മറ്റു പോലീസുകാരനും അവരൊക്കെയും അതിഗംഭീരമായിട്ടുള്ള ആക്ടിംഗ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയുടെ തുടക്കം മുതൽ സിനിമത്തിന് എന്ത് പറയുന്നു, പേര് എഴുതി കാണിക്കുന്നത് വരെ VFX-ഉം അതുപോലെ തന്നെ എഡിറ്റിങ്ങും എനിക്ക് തോന്നുന്നു AI വെച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. മോഹൻലാലിന്റെയും ശോഭനയുടെയും ഒക്കെ ആദ്യകാല വൈവാഹിക ജീവിതത്തിലും പിന്നെ കുട്ടികളുണ്ടാവും ആ ഫോട്ടോസൊക്കെയും അതൊക്കെയും കോർത്തിണക്കിയിട്ടുള്ള തുടക്കത്തെ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്ന ഭാഗമൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യൻ അന്തിക്കാട് ഫിലിമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ തോന്നാനായിട്ട് അതിനോട് വളരെയധികം സാദൃശ്യമുള്ള പോലെയുള്ള ഒരു പടമായിരുന്നു. ഞാൻ നമ്മുടെ സിനിമയിലെ പകുതി ഹാഫ് ഭാഗം കാണുമ്പോൾ നമ്മള് ഒരു തോന്നിപ്പോയി സത്യനന്ദിക്കാട് പടം വരെയുള്ള ഒരു പോക്ക് പോലെയാണ് നമുക്ക് തോന്നിയത്. അതിൽ രസകരമായ കുടുംബജീവിതത്തിലെ തമാശകളും ടീസിങ്ങുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ പിന്നെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ഭാഗം നായറിന് ഓടി വന്നിട്ടില്ല ലാലേട്ടൻ പോന്ന് പറയുമ്പോ അത് തിരിച്ചു പോണ. അതെ അതെ, നായനൊക്കെ അതിഗംഭീരമായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം എത്രയും നല്ല രീതിയിൽ അനുസരിക്കുന്നതും നായ ഇമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, അത് അത്രയും രസകരമായിട്ട് ഇവർക്ക് ട്രെയിൻ ചെയ്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്ര എഫോർട്ട് അതിന്റെ പിന്നിൽ ചെലവഴിച്ചിട്ടുണ്ട്. അത് അവസാനവും അത് കാണിക്കുമ്പോൾ അതിനെ കുറിച്ച് അധികം സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കഥ റിവീലാവും. അതിനെ കുറിച്ച് സംസാരിക്കാൻ അധികം സാധിക്കത്തില്ല. വില്ലൻ വരുമ്പോഴൊക്കെ മറ്റേ തേരട്ടനെ, അതായത് പോലീസുകാരൻ വരുമ്പോ തേരട്ടനെ ചവിട്ടി സീനും പിന്നെ മൃഗങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന, അതായത് ആ ഒരു ക്രൈം യാദൃശ്യമായി സംഭവിച്ച ആ ഒരു ഇതില് ആ നായരെ രീതി വരുമ്പോ വണ്ടി വരുമ്പോ കണ്ട ആ വണ്ടി വരുമ്പോ ആ നായ വളരെ തിരിച്ചറിയുന്നതും ആ ഒരു ബന്ധങ്ങളുടെ ഒക്കെ ഒരു മനുഷ്യനോട് മൃഗങ്ങൾക്കുള്ള പ്രത്യേകിച്ച് നായക്കുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിനെയും അതിന്റെ സ്നേഹത്തിനെയും കെയറിങ്ങിനും ഒക്കെ രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ മാഷിന്റെ കഥാപാത്രം പറയുമ്പോ ആ മാഷിനെ കുറിച്ച് പറയുമ്പോ അതിന്റെ ഒപ്പം എപ്പോഴും നല്ലൊരു പൂച്ച ഒപ്പുണ്ടാവും. അതെ അതെ, ആ ഫൈറ്റ് മാസ്റ്റർ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഫൈറ്റ് മാസ്റ്റർ ഒപ്പമുള്ള ഒരു പേർഷ്യൻ ക്യാറ്റ് പോലത്തെ ക്യാറ്റ്, അതിന്റെ ഭാവപ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ വിരഹത്തിന് ശേഷമുള്ള അതിന്റെ ഇമോഷനും അതിന്റെ മുഖത്തെ വേദനാഭാവമൊക്കെയും വളരെ നമ്മളുടെ മനസ്സറിയിക്കുന്ന രീതിയിൽ ഒപ്പിയെടുക്കാനായിട്ട് സിനിമാറ്റോഗ്രാഫർക്കും ഡയറക്ടർക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എഡിറ്റിങ്ങും ക്യാമറ, അതെ, ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, ജെയ്ക്സ് ബിജോയുടെ ക്യാമറ ചെയ്തിരിക്കുന്നതും ഗംഭീരമായിട്ടുണ്ട്. ഷോട്ടുകളൊക്കെ പാൻ ചെയ്ത് മുകളിലേക്ക് വന്നിട്ടുള്ള ക്വാഡ് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കത് കേരളത്തിന്റെ വിഷ്വൽ ബ്യൂട്ടി ഉണ്ടല്ലോ, ആ പച്ചപ്പും ആ കാടിന്റെ ഉള്ളിലൂടെ പോകുന്ന ക്യാമറ യാത്രകളും ഒരു കംപ്ലീറ്റ് ടൂർ പോലെയുള്ള ഒരു അവസ്ഥയാണ്. കൈൻഡ് ഓഫ് ചില സമയത്ത് അവതാരമുള്ള രീതിയിലുള്ള സീനിലേക്ക്, അത്രത്തോളം ഒരു ബ്യൂട്ടിഫിക്കേഷൻ രീതിയിലേക്ക് പല സീനുകളും ചെറുതായിട്ട്
ക്ലൈമാക്സ് സീനൊക്കെ ലാസ്റ്റ് ആ കാടിന്റെ ഉള്ളിൽ നിന്നൊക്കെ പൊന്തി വന്ന് പൊന്തി വന്ന് അത് നല്ലൊരു ഭയങ്കര നമുക്കൊരു ഓ ഫാക്ടറിന് ഒരു പരിധി വരെ കണ്ടിരിക്കാൻ പറ്റുന്ന സീനുകൾ അങ്ങനത്തെ കുറെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ യോജിക്കുന്ന മ്യൂസിക്കും പാട്ടുകളും. അതിലത്തെ പാട്ട് രസകരമായ ഒരു പാട്ടാണ് അതില് ഫസ്റ്റത്തെ പാട്ട്. അത് നല്ല താളത്തില് റൈമിംഗ് ആയിട്ടുള്ള രീതിയിൽ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകുന്ന, നമുക്ക് മെലഡി രീതിയിലേക്ക് ഓർത്തെടുക്കാൻ സാധിക്കാവുന്ന ആ പാട്ടൊക്കെ നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞ ഒരു സത്യനന്ദിക്കാടിന്റെ ഒരു ടച്ച് തോന്നിയിട്ടുള്ള ഒരു പാട്ട്. കുടുംബ പശ്ചാത്തലവും അതിലെ തമാശകളും അതിലെ ഇടപെടലുകളും ഒക്കെ അല്ലെ. അങ്ങനെയാണ്. പിന്നെ പടം എന്തായാലും 100% കത്തിക്കേറാനുള്ള പരിപാടി ഉണ്ട്. അതെ, പടം ഈയിടെ ഇറങ്ങിയിട്ടുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ത്രില്ലർ, അതുപോലെ തന്നെ നമ്മ കാത്തിരിപ്പിക്കുന്ന എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അവിടെ പെരുമാറാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാനായിട്ട് അത്രത്തോളം ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സിനിമ തന്നെയാണ്. അതിലെ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നമ്മളൊന്നും യാദൃശ്യമായി ഇങ്ങനെ വരാന്നുള്ളത് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സീനാണ്. ചില സമയങ്ങളിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിലും അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനും നമ്മളെ അത് തിരിച്ചറിയുമെങ്കിൽ തന്നെയും കാത്തിരുന്ന് എങ്ങനെയായിരിക്കും അവിടെ ആ വെഞ്ചൻസ് എന്നൊക്കെ ഉള്ളത്, ആ പ്രതികാരമൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ കാത്തിരിപ്പിക്കാൻ തന്നെ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. നമ്മളെ അക്ഷമരായി നമ്മൾ ആ സീറ്റിൽ ഇരുന്നിട്ട് നെടുവീർപ്പിട്ടിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ തന്നെ നമ്മൾ വളരെയധികം പ്രേരിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും. അങ്ങനെയാണ്. അപ്പോ എന്തായാലും ലാലേട്ടന്റെ ഒരു ഇത്രയും നല്ലൊരു അഭിനയത്തിനും പിന്നെ തരുൺ മൂർത്തിക്കും രജപുത്ര ഫിലിംസിനൊക്കെ ഒരു പ്രത്യേകമായിട്ടൊരു നന്ദി പറയേണ്ട ഒരു നല്ല വർക്ക്, തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. അപ്പോ ഇനിയും മലയാള സിനിമയിലൊക്കെ ഇതുപോലത്തെ സിനിമകൾ ഉണ്ടാകട്ടെ. ഒരുപാട് ഹിറ്റുകൾ അണിയട്ടെ. ലാലേട്ടന്റെ ഒക്കെ വലിയ 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 വൈഭവങ്ങളെ നമുക്ക് കാണാനിടയാവട്ടെ. വീണ്ടും ഇതുപോലെയുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ള സിനിമകള്, കാമ്പായിട്ടുള്ള സിനിമകള് ഇനിയും നമുക്ക് ഉണ്ടാവട്ടെ. അത് ഇനിയും മികച്ച നിലവാരത്തിലുള്ള, മികച്ച ത്രില്ലറായിട്ടുള്ള, വ്യത്യസ്ത കഥാശൈലിയും വ്യത്യസ്ത കഥാപാത്ര സംഗ്രഹവും വ്യത്യസ്ത സ്റ്റോറിയും ഒക്കെയുള്ള സിനിമകൾ ഇനിയും ധാരാളം വരട്ടെ. നമ്മളെ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ ലൈഫിന് എന്താ പറയാ അടുപ്പിക്കട്ടെ. അതെ, ആഗ്രഹമായിട്ട്. അപ്പോ എന്തായാലും ഒരു നല്ലൊരു നേരം പോക്ക് ഫിലിമാണ്. തീർച്ചയായും ഒരു പ്രാവശ്യം കണ്ടിരുന്ന് ത്രില്ലടിക്കാൻ സാധിക്കാവുന്ന സിനിമ തന്നെയാണ്. വയലൻസും ഒക്കെ ഉണ്ട് സിനിമയില്. സോ അപ്പോ കാണാൻ പോകുന്നവര് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പോവാ. വയലൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഹോളിസ്റ്റിക് അല്ലെ, ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. ജസ്റ്റ് ലൈക്ക് മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന പോലെ ഒരു കംപ്ലീറ്റ് പാക്കേജ് അടങ്ങിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോ എല്ലാവർക്കും ഒരു കാണാൻ പറ്റിയിട്ടുള്ള പടമാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വയലൻസ് ബാധിക്കുന്നില്ല. എന്നാലും ചില ക്ലൈമാക്സ് ഭാഗങ്ങളിലൊക്കെ ആ ഒരു സീൻ അങ്ങനത്തെ രീതിയിലുള്ള വയലൻസ് ഒന്നും ഇല്ല. നമ്മുടെ മാർക്കോ അതുപോലെയുള്ള റീസെന്റ് ആയിട്ട് മലയാള സിനിമകളിൽ കാണിച്ച പോലത്തെ വയലൻസ് ഒന്നും ഇല്ല. പക്ഷെ ആക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. കംപ്ലീറ്റ് സിനിമ എന്ന രീതിയിൽ ത്രില്ലടിച്ച് പോയിരുന്ന് കാണാൻ സാധിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. നല്ല സിനിമയായതുകൊണ്ട് വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. സോ അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും